ആസ്പിരൻസ് വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ SBIയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അത് സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ബാങ്കിങ് ചാനൽ ആകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും ഇതിന്റെ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും. സോ അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോയാലോ. എല്ലാവരും നോട്ടിഫിക്കേഷന്റെ PDF എടുത്ത് കയ്യിൽ വെച്ചേക്കണം. അപ്പോൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കൂടെ ഒന്ന് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ വേക്കൻസി ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിന് മുന്നേ തന്നെ നമുക്ക് കാണാൻ പറ്റും ഡേറ്റ് 29/1/2026 മുതൽ നമ്മുടെ ജനുവരി 29 മുതൽ നമുക്ക് ഫെബ്രുവരി 18 വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷനുള്ള ടൈം തന്നിട്ടുണ്ട്. ആൻഡ് എലിജിബിൾ കാൻഡിഡേറ്റ്സിന് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും, സ്ക്രീനിങ് ഉണ്ടാവും, അതുപോലെ ഇന്റർവ്യൂ ഉണ്ടാവും, ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടാവും. മൊത്തത്തിൽ 2050 വേക്കൻസിയാണ് വരുന്നത്. അതിൽ മലയാളം ലാംഗ്വേജ് എടുക്കുന്നവർ കേരള ലക്ഷദ്വീപ് സൈഡിൽ നമ്മുടെ സ്റ്റേറ്റും യൂട്ടിയും വന്ന് മലയാളം ലാംഗ്വേജിലാണ്. അവിടെ നിങ്ങൾ SCക്ക് നോക്കുകയാണെങ്കിൽ 7 വേക്കൻസി, STക്ക് 3, OBCക്ക് 13, EWSന് 5, ജനറലിന് 22, അങ്ങനെ മൊത്തത്തിൽ 50 മലയാളം ലാംഗ്വേജിന് വരുന്നത്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് തമിഴ് അറിയാം, ഹിന്ദി അറിയാമെങ്കിൽ നിങ്ങൾ അതിനേക്കാളും വേക്കൻസി ഉണ്ട്. ഇപ്പൊ തമിഴ് അറിയുന്നവർക്ക് 165 വേക്കൻസി ഉണ്ട് ടോട്ടല്. ഹിന്ദി അറിയുന്നവർക്ക് 76 വേക്കൻസി ആണ്. അപ്പോൾ ദർ ആർ ഓപ്ഷൻസ്, വേറെയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് ലോക്കലി ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ +1, +2, 10th നിങ്ങൾ ഈ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, പക്ഷെ എല്ലായിടത്തും കൊടുക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരിടത്തേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. അപ്പൊ എന്താണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് അറിയാനുള്ളത്, എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവ് നോക്കിയാലോ. അപ്പൊ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. എസെൻഷ്യൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതൊരു ഡിസിപ്ലിനും ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നാണ്. എനി ഡിസിപ്ലിൻ, ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ എന്ന് അവർ പറയുന്നുണ്ട്. ആൻഡ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നോട്ട് ബിലോ 21 ആൻഡ് നോട്ട് എബൌട്ട് 30, 21 താഴെയോ 30 മുകളിലോ ആയിരിക്കരുതെന്ന് പറയുന്നുണ്ട്. ആസ് പെർ 31/12/2025. അതായത് നോട്ട് ലേറ്റർ 31/12/2004 ശേഷം ജനിച്ചവരോ 1/1/1996 മുന്നേ ജനിച്ചവരോ ആയിരിക്കാൻ പാടില്ല എന്നവർ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ടോ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, നോൺ ക്രീമി ലെയർ ആണ്. ദെൻ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആണെങ്കിൽ അത് ഓരോ കാറ്റഗറി SC/ST, OBC, ജനറൽ, EWSന് എടുത്തവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് എക്സ് സർവീസ് കമ്മീഷൻ ഓഫീസേഴ്സിന് 5 വർഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് രസം. എന്താണ് സർക്കിൾ ബേസ്ഡ് ഓഫീസേഴ്സിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷനിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. പോസ്റ്റ് യുവർ എലിജിബിലിറ്റി അക്കാഡമിക് ക്വാളിഫിക്കേഷന് പോസ്റ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മിനിമം 2 years ഓഫ് എക്സ്പീരിയൻസ്, അതാണ് അവരുടെ അടുത്ത ഒരു കണ്ടീഷൻ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആൻ ഓഫീസർ ഇൻ എനി സ്കെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക് or any regional rural bank as listed in the second schedule of Reserve Bank of India. എടുത്ത് തന്നെ പറയുന്നുണ്ട് ഏതെങ്കിലും സ്കെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്കിലോ റീജിയണൽ റൂറൽ ബാങ്കിലോ ഒരു ഓഫീസർ പോസ്റ്റ് ഇരുന്നവരായിരിക്കണം 2 വർഷം. അപ്പൊ നിങ്ങളുടെ സാലറി സ്ലിപ്പും മറ്റും അവർ സ്ക്രീനിങ് ടെസ്റ്റിന് ചോദിക്കും. അപ്പൊ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ലാംഗ്വേജ്, ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതിന്റെ ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും അടുത്ത ഒരു പേജിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇവരുടെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന്. ആദ്യം ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഒരു 120 മാർക്കിന്റെ ഒബ്ജക്റ്റീവും 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ബാങ്കിങ് നോളജ്, ജനറൽ അവയർനെസ്, എക്കോണമി, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ഇത്രയാണ് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ കോണ്ടും എന്താ പറയുക റീസണിങ്ങും ഒന്നും എടുത്തു പറയുന്നില്ല. ബാങ്കിങ് നോളജ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ ഇതിന് ടൈം ഡ്യൂറേഷൻ സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. 2 മണിക്കൂറാണ് ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുക. 120 മാർക്ക്, 120 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സ്ക്രീനിങ് ഉണ്ടാവും. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടു. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, എസ്സേയും ലെറ്റർ റൈറ്റിംഗും ആണ്. 50 മാർക്കിന് 30 മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ആൻഡ് ദർ വിൽ ബി നോ പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് മാർക്ക്ഡ് ഇൻ ഒബ്ജക്റ്റീവ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നവർ പറയുന്നുണ്ട്. സെക്ഷണൽ മാർക്സ് വിൽ നോട്ട് ബി മെയിൻറ്റെയിൻ ഫോർ ഓൺലൈൻ. സെക്ഷണൽ മാർക്കും ഇല്ല. അതുപോലെ നെഗറ്റീവ്, നോ പെനാൽറ്റി ഫോർ റോങ് ആൻസേഴ്സ് ഇൻ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സ്ക്രീനിങ് പറയുമ്പോൾ, സ്ക്രീനിങ് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാകുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ സാലറി സ്ലിപ്പും മറ്റു കാര്യങ്ങളും അവർ എന്തായാലും ബാങ്ക് ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക. അതായത് നെക്സ്റ്റ് ഇന്റർവ്യൂ സ്റ്റേജിലേക്ക് പോകാനായിട്ട് പറ്റാം. ദെൻ അതെല്ലാം നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ ഓക്കെ ആണെന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടാവും. ദെൻ യു വിൽ ബി കോൾ ഔട്ട് ഫോർ ദി ഇന്റർവ്യൂ. അവിടെ 50 മാർക്കിനാണ് ഇന്റർവ്യൂ നടക്കുക. ദെൻ ഫൈനൽ സെലക്ഷൻ ഉണ്ടാവും. പിന്നെ ഇതിനിടയ്ക്ക് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് അറിയുന്ന ലോക്കൽ ലാംഗ്വേജ് ആണ്, നിങ്ങൾ +1 +2 പഠിച്ചപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് എടുക്കേണ്ടി വരും. ദെൻ
റിസൾട്ട്. അതിനുശേഷം നിങ്ങൾ അറിയേണ്ട കാര്യം 48,480 ബേസിക് പേ. നല്ലൊരു ബേസിക് പേ ഉണ്ട്. നിങ്ങൾ ക്വാളിഫിക്കേഷൻ, അത് നിങ്ങൾ ഓൾറെഡി മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, അത് നിങ്ങൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഓഫീസർ പോസ്റ്റിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാം. എനി സ്കെഡ്യൂൾ ബാങ്ക് ഓർ എനി റീജിയണൽ റൂറൽ ബാങ്ക് എന്നവർ പറയുന്നുണ്ട്. ഇനി അതിനുശേഷം അടുത്ത് നോക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീ ആണ്. ജനറൽ, EWS ആൻഡ് OBCക്ക് 750 രൂപയും SC ST PWBD ആണെങ്കിൽ നോ ചാർജ്. ഓക്കെ, നിൽ എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ആസ് പെർ ദിസ് നിങ്ങൾ 29/1/2026 18/2/2026 ഇടയിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യുക. എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് യു ഷുഡ് ബി ക്വാളിഫൈഡ്, 2 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ നമുക്ക് പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നുള്ള ഗൈഡ് ലൈൻസും മറ്റും ഈ നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഇതിന്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 48,480 രൂപ ബേസിക് പേ വാങ്ങിച്ച് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുക, അതൊരു ഓഫീസർ പോസ്റ്റിൽ SBI ജോലിക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക? ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. സോ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനുമായിട്ട് നമ്മൾ സൈലന്റ് ബാങ്കിങ്കാരെ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരോ ഉദ്യോഗസ്ഥയോ. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ, ബൈ.